നിങ്ങൾക്കിപ്പോൾ വേണ്ടത്, ഇന്നത്തെ ദിവസത്തിലെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിന് അനിവാര്യമായത് ഇന്നു പകൽ കൊടുത്തുവിടും. ഇത് കർത്താവ് നിങ്ങളോട് പറയാൻ പറഞ്ഞ വാക്കാണ്. സന്തോഷത്തോടെ അതിന് ആമേൻ പറഞ്ഞ് ഇന്നത്തെ പ്രവചനദൂത് സ്വീകരിച്ചു കൊള്ളുക. എല്ലാ സ്നേഹനിധികളായ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഒന്നുകൂടെ നമുക്ക് ആ വാക്യം ചിന്തിക്കാം. സ്വർഗത്തിൽ നിന്നും കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കൈകളിലുള്ളതെല്ലാം സ്വർഗത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി കൊടുത്തുവിട്ട സാധനങ്ങളാണ്. ഇത് കേൾക്കുമ്പം നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ ഞാനിപ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ്, എൻ്റെ വീട്ടിലെ പഞ്ചസാര, ഇതൊക്കെ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് കെട്ടിയിറക്കിയതാണോ? അതല്ല അതിൻ്റെ അർത്ഥം. ഭൂമിയിലുള്ളതെല്ലാം ഭൂമിയിലുള്ളത് തന്നെയാണ്. പക്ഷേ ഭൂമിയിലുള്ള എല്ലാം നമ്മുടെ കരങ്ങളിൽ എത്തുന്നില്ലല്ലോ. എന്നാൽ നമ്മുടെ കരങ്ങളിൽ ആവശ്യാനുസരണം ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിനൊത്തവണ്ണം നമ്മൾ കാംക്ഷിക്കുന്നത്, എത്തിത്തെരുമാറാക്കുന്നത് സ്വർഗത്തിലെ പദ്ധതിയാണ്. അതായത് നിങ്ങൾ വലിയൊരു ആവശ്യത്തിൻ്റെ നടുവിലോ ഒരാഗ്രഹത്തിൻ്റെ മുമ്പിലോ നിൽക്കുമ്പോൾ അത് നേടാൻ നിങ്ങൾക്ക് യാതൊരു വഴികളും ഇല്ലാതിരിക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് സാധ്യമാക്കി തരാനുള്ള എല്ലാ പദ്ധതികളുടെയും ഫോർമേഷൻ നടക്കുന്നതും അതിൻ്റെ എല്ലാവിധമായിരിക്കുന്ന കടിഞ്ഞാൺ വഹിക്കുന്നതും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുമാണ്. അപ്പോൾ ചിലരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാനുള്ള ഒരാഗ്രഹം ദൈവം ജനിപ്പിക്കും. ഉള്ളവർ ചിലർ നിങ്ങൾക്ക് ചിലത് സമ്മാനമായിട്ട് തരും. നിങ്ങൾക്ക് ചില സൗഭാഗ്യകരമായ സമ്മാനങ്ങൾ കിട്ടുന്ന പരിപാടികൾ ദൈവത്തിൻ്റെ പക്കൽ നിന്നുണ്ടാകും. ഇനി അതുമല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ പോലും ആഗ്രഹിക്കാത്ത ചിലത് നിങ്ങളുടെ പേരിൽ എഴുതി വെക്കണമെന്ന് ചിലർക്ക് ചില തോന്നലുകളുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ആൾക്കാർ പോലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കത്തക്ക രീതിയിൽ അവരെ കൊണ്ടൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു പ്രേരക ശക്തി ഈ അദൃശ്യ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തനം തന്നെയാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ദാനങ്ങളുടെ എല്ലാം പുറകിൽ കർത്താവിൻ്റെ കയ്യൊപ്പുണ്ടെന്നുള്ളതായ തിരിച്ചറിവ് അവൻ പ്രാപിക്കുമ്പോഴാണ് കരുതലുള്ളൊരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്നതും ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളുടെ മുമ്പിലും യേശു കരുതിക്കൊള്ളുമെന്നുള്ള വിശ്വാസം പറയാൻ നമ്മൾ ശക്തരാകുന്നതും അപ്പോഴാണ്. അബ്രഹാം തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് യാഗവേദിയിലേക്ക് പോയ വഴിയിൽ ആ പൈതലൊരു ചോദ്യം ചോദിച്ചു: യാഗത്തിൻ്റെ മൃഗം എവിടെയാണ്? അന്ന് ആ പിതാവ് സന്തോഷത്തോടെ തൻ്റെ കുഞ്ഞിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്: യഹോവ കരുതിക്കൊള്ളും. പിന്നെ എത്രയോ വർഷങ്ങളായി, എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയെത്രയോ ചോദ്യങ്ങളുടെ മുമ്പിൽ അനേകായിരങ്ങൾ, ജനകോടികൾ ഈ വാക്കേറ്റു പറഞ്ഞില്ലേ? അത് സത്യം തന്നെയാണ്. ഉയരത്തിൽ നിന്ന് കൊടുക്കപ്പെടും. ഉയരത്തിൽ നിന്ന് നൽകിയില്ലല്ലാതെ മനുഷ്യന് ഒരു ദാനവും സ്വീകരിക്കുവാൻ കഴിയുകയില്ല. ഉയരത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് കരങ്ങളിൽ എന്തെങ്കിലും ഇല്ല എന്നോർത്ത് ആരും പേടിക്കണ്ട. കരങ്ങളിൽ ഉള്ളതിൻ്റെ പേരിൽ ഞാൻ നേടിയെന്ന് അഹങ്കരിക്കുകയും വേണ്ട. നമുക്കിന്ന് സന്തോഷത്തോടെ പറയാം, കർത്താവ് തന്നതാണ്. ഹല്ലേലൂയ. ദാവീദ് തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്: യഹോവ തന്നു, യഹോവ എടുത്തു എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ കരത്തിലാണ് നമ്മുടെ തലമുറകളായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരത്തിലാണ് നമ്മുടെ ഫ്യൂച്ചർ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൈകളിലാണ് സകലതും ഇരിക്കുന്നത്. വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്കുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ധൈര്യമുണ്ടാകും. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, സകലതും തൻ്റെ ശക്തിയുള്ള വചനത്താൽ കർത്താവ് അടക്കി പിടിച്ചിരിക്കുകയാണ്. അതിലാണ് എല്ലാം ആയിരിക്കുന്നത്. ഇന്ന് രാവിലെ നിങ്ങളുടെ ആവശ്യം ഒരുപക്ഷെ ചില സാമ്പത്തിക വാതിലുകളായിരിക്കാം. നിങ്ങളുടെ കുഞ്ഞുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു ഉപരിപഠനത്തിൻ്റെ മേഖലയായിരിക്കാം. നിങ്ങൾ നാളുകളായി ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നുള്ളൊരു മാറ്റമായിരിക്കാം. നിങ്ങൾ ഇന്ന് പകൽ നിങ്ങളുടെ ശുശ്രൂഷയിലൊരു പുരോഗതിയായിരിക്കാം പ്രതീക്ഷിക്കുന്നത്. പ്രാർത്ഥിച്ചു മടുത്തു, പ്രാർത്ഥിച്ച് തളർന്നു, എന്നിട്ടും കാര്യങ്ങൾക്കൊരു വ്യത്യാസമാകുന്നില്ല എന്നുള്ള സങ്കടവും ഒരു വഴിക്ക് നിങ്ങളുടെ അകത്തുണ്ടെങ്കിലും വിഷമിക്കല്ലേ ദൈവ പൈതലേ. ഉയരത്തിൽ നിന്ന് നിനക്ക് വേണ്ടി ചിലത് ലഭിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ സ്വർഗവുമായി നിങ്ങളുടെ
ആവശ്യങ്ങളെ കണക്റ്റ് ചെയ്യുവാൻ യേശുവെന്ന നാമം ഉപയോഗിക്കുക. കർത്താവായ യേശുവിൻ്റെ നാമം ഉപയോഗിക്കപ്പെടുന്ന ഇടത്ത് സ്വർഗമാണ് തുറക്കപ്പെടുന്നത്. സ്വർഗം തുറക്കുന്ന താക്കോൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമമാണ്. ഇന്ന് രാവിലെ നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ ഉയരത്തിൽ നിന്നും നിങ്ങൾക്കും ദാനങ്ങൾ ലഭിക്കും. ഉയരത്തിൽ നിന്നും നൽകിയിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിക്കുകയില്ല എങ്കിൽ ഞാൻ സന്തോഷത്തോടെ പറയുന്നു, നിങ്ങൾക്ക് ചിലത് ലഭിക്കുവാൻ തക്കവിധം നൽകുന്ന ഒരു ഉത്ഭവസ്ഥാനമുണ്ട്. നിങ്ങൾക്ക് ചിലത് ഉണ്ടാകാൻ തക്കവിധം നിങ്ങൾക്ക് വേണ്ടി ചിലത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയ സംവിധാനം ഇന്ന് നിങ്ങളുടെ തലയ്ക്ക് മീതെയുണ്ട്. അത് സ്വർഗീയമായ ഒരു അനുഗ്രഹത്തിൻ്റെ സംവിധാനമാണ്. ഇന്ന് ലോകരാജ്യങ്ങളിൽ ഈ ദൈവിക ദൂത് കേൾക്കുന്നവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ ആവശ്യത്തിന് മുമ്പിൽ നിങ്ങളൊരു പ്രോഫറ്റിക്കൽ പ്രെയർ ചെയ്യുക. അത് അധികം നീളമുള്ളതല്ല, വളരെ കുഞ്ഞൊരു വാക്കാണ്. പക്ഷേ ആ വാക്ക് ഭയങ്കര ശക്തമേറിയതാണ്. അതിങ്ങനെ തന്നെ പറയുക: ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വർഗത്തിൽ നിന്നും എനിക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നത് സ്വർഗത്തിൽ നിന്നും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവർ തരുവോ ഇവർ തരുവോ, അവിടുന്ന് കിട്ടുമോ ഇവിടുന്ന് കിട്ടുമോ, ഞാൻ എവിടെ പോയി ചോദിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളോ പറച്ചിലുകളോ ചിന്തകളോ ഒന്നും ഇന്ന് രാവിലെ ഈ പ്രവചനോദൂത് കേൾക്കുന്നവർക്ക് ഇനിമേൽ വേണ്ട. കാരണം നിങ്ങളോട് കർത്താവാ പറയുന്നത്, നിനക്ക് വേണ്ടതെല്ലാം ഞാനാണ് തരുന്നത്. നിനക്ക് വേണ്ടതെല്ലാം എൻ്റെ സന്നിധിയിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതെ, ഉയരത്തിൽ നിന്ന് തന്നെ വരും. 40 വർഷം ഇസ്രായേൽ ഭൂമിയിൽ ജീവിച്ചത് വിതച്ചിട്ടോ കൊയ്തിട്ടോ കളപ്പുരകളിൽ കൂട്ടിവെച്ചിട്ടോ ഒന്നും ആയിരുന്നില്ല. അവർ ആകാശത്തിലെ പർവ്വജാതിയെ പോലെയാണ് ഭൂമിയിൽ ജീവിച്ചത്. കാരണം ഓരോ ദിവസവും അവർക്ക് വേണ്ട മന്ന ദൈവം ഓൾറെഡി എല്ലാ പുലരിയിലും നൽകുമായിരുന്നു. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ, ലക്ഷോപലക്ഷം ജനത്തെ 40 വർഷം ഒരു കുറവും കൂടാതെ നടത്തുവാൻ മതിയായവനായൊരു കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നു. 5 അപ്പവും 2 മീനും കരങ്ങളിലെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെ തന്നെ മുമ്പിൽ പന്തിയായി ഇരുത്തുക എന്ന് പറയുവാൻ ധൈര്യം കാണിച്ച യേശു നിസ്സാരക്കാരനല്ല. ആ കൈകൾ നിസ്സാര കരങ്ങളുമല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അല്പമായതിനെ വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് വേണ്ടത് സൃഷ്ടിച്ചു തരുവാനും ആ കരങ്ങൾ ഇന്ന് രാവിലെ മതിയായതാണ്, പര്യാപ്തമായതാണ്. അതുകൊണ്ട് നിങ്ങൾക്കിന്ന് രാവിലെ എത്ര രൂപയുടെ ആവശ്യമാണ് നിങ്ങളുടെ മുമ്പിലുള്ളതെങ്കിലും, എത്ര കോടി രൂപയുടെ ബാധ്യതയുടെ നടുവിലാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നതെങ്കിലും, എത്ര ചലഞ്ചിങ് ആയ മാറിപ്പോകാത്തൊരു വിഷയത്തിന് മുമ്പിൽ നിങ്ങൾ വിറച്ചു നിൽക്കുന്നവരാണെങ്കിലും ധൈര്യം കൈവിടാതെ വിശ്വാസത്തോടെ പറയുക: യേശുവിൻ്റെ കൈകളിൽ നിന്നും എനിക്ക് വേണ്ടത് വരുന്നു. ആമേൻ, ഹല്ലേലൂയ. തന്നെ ക്രൂശീകരിക്കുവാൻ തുടങ്ങുന്ന വേളയിൽ പീലാത്തോസ് എന്ന ഭരണാധിപൻ്റെ മുമ്പിൽ യേശു നിന്നുകൊണ്ട് തല ഉയർത്തിയൊരു വാക്ക് പറയുന്നുണ്ട്: ഉയരത്തിൽ നിന്ന് നൽകിയിട്ടില്ല എങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. ഇന്ന് രാവിലെ ഈ വാക്കിന് മുമ്പിൽ ചില കേസുകൾ തള്ളിപ്പോവുകയാണ്. ചില ലീഗൽ ക്രൈസിസുകളുടെ മേലൊരു ഡെലിവറൻസ് നടക്കുകയാണ്. എവിടേക്കോ നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഒരു ദൈവ പ്രവൃത്തി നടക്കാൻ പോവുകയാണ്. ഞാൻ പ്രവചിച്ച് നിങ്ങളോട് പറയുന്നു, ചില നിയമക്കുരുക്കുകൾ ഇന്ന് രാവിലെ ശുശ്രൂഷയുടെ നടുവിൽ അത് അഴിഞ്ഞു പോവുകയാണ്. നിൻ്റെ പെൻഡിങ്ങിലായി കിടക്കുന്ന ചില ഫയലുകൾ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചലിപ്പിക്കാൻ പോവുകയാണ്. രാജാക്കന്മാരുടെ ഹൃദയം അതെങ്ങനെ ചലിക്കണമെന്നത് ദൈവം തീരുമാനിക്കുന്നു. ബൈബിൾ നമ്മളോട് പറയുന്നു, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോടുകൾ പോലെ ഇരിക്കുന്നു. അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിയുടെ ഹൃദയം എങ്ങനെ ചലിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അതിന് ശ്രേഷ്ഠമായി, അതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് വേണ്ടി ഹൃദയത്തെ ചലിപ്പിക്കുന്നൊരു കരം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട യേശുവിൻ്റെ കൈകളാണ്. സന്തോഷത്തോടും സമാധാനത്തോടും എൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ ഉത്തരം വന്നിരിക്കുന്നു എന്നുള്ള ധൈര്യത്തോടും കൂടെ കർത്താവിൽ തയ്യാറായി നിന്നുകൊള്ളുക. അവിടുന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കൈകളിൽ ഇന്നതെത്തും. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആഗ്രഹിക്കുന്ന പലവിധ ഗൃഹോപകരണങ്ങളാകാം, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയാകാം, നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ നിങ്ങളുടെ ബിസിനസ്സാകാം, നിങ്ങൾ തുടങ്ങിയ നിങ്ങളുടെ പഠനമാകാം, നിങ്ങളുടെ മിനിസ്ട്രി. ദൈവത്തിൻ്റെ പൈതലെ, എല്ലായിടത്തേക്കും വേണ്ടത് വരുന്നു. ബൈബിൾ പറയുന്നു, കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം എൻ്റെ ദൈവം കൊടുക്കുന്നു. ഇന്ന് നിങ്ങൾ തള്ളപ്പെടുന്ന ദിവസമല്ല. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ കരുതലിൽ നിന്നും സന്തോഷത്തോടെ ടേസ്റ്റായിട്ട് കഴിക്കുന്ന ദിവസമാണ്. ദൈവം നിങ്ങളെ നിറയ്ക്കുന്ന ദിനമാണിത്. നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ പ്രാപിക്കാൻ കഴിയുന്ന ഒരു സുവർണ ദിവസമാണിന്ന് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കപ്പെടാൻ പോകുന്നു. ഇന്ന് കേട്ട ഈ ദൈവിക ദൂതിന് നിങ്ങൾ ഇന്ന് രാത്രിയിലും കൂടെ വന്നൊരു ആമേൻ പറഞ്ഞേക്കണം. രാവിലെ മാത്രമല്ല, രാത്രിയിലും കൂടെ. അത് ദൈവത്തോടുള്ളൊരു കടപ്പാടായിരിക്കട്ടെ. എന്താ കാരണം?
എൻ്റെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ഉയരത്തിൽ നിന്നും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഉയരത്തിൽ നിന്നൊരു താക്കോല് വരുന്നുണ്ട്. അത് നീ ആഗ്രഹിക്കുന്ന വീടിൻ്റെ താക്കോലാണ്. ഉയരത്തിൽ നിന്നും ഒരു ഡോക്യുമെൻ്റ് വരുന്നുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നീ ആഗ്രഹിക്കുന്ന ഒരു പെർമിഷനാണ്. ദൈവം കാര്യങ്ങളെ നിനക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരികയാണ്. ദൈവം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപ്രൂവ് ചെയ്തിരിക്കുന്നു. സ്വർഗത്തിൽ കാര്യങ്ങൾ ചലിച്ചാൽ ഭൂമിയിൽ പിന്നെ അതിന് തടസ്സങ്ങളില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹങ്ങളുടെ തമ്പുരാനായ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വാത്സല്യനിധിയായ പ്രിയപ്പെട്ട പുത്രനും ഞങ്ങളുടെ പ്രാണരക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഇന്നത്തെ ദൈവിക ദൂതിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് എന്നോടുകൂടെ തിരുസന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളെ ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം ഇവരുടെ മേൽ ഒരഭിഷക്തൻ്റെ അനുഗ്രഹം വെളിപ്പെടുന്നു. ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു. ലോകത്തിന്ന് രാവിലെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ സഹായിക്കാൻ ആരില്ലെങ്കിലും ഇവർ തളർന്നു പോകാതെ മുന്നോട്ട് പോകേണ്ടതിന് ഞാനിവരെ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുന്നു. ഇവരുടെ ഉദ്ദിഷ്ടകാര്യം സാധ്യമാകുവാൻ ഇവർക്ക് വേണ്ടി ഞാൻ സ്വർഗത്തോട് അപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവ് ഇന്ന് ഇവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യേശുവിനെ മുൻപോട്ടേക്ക് നയിക്കും. വലിയ സന്തോഷങ്ങളും ദൈവകൃപകളും അങ്ങയുടെ കുഞ്ഞുങ്ങൾ പ്രാപിക്കും. പ്രാർത്ഥനയോടെ പരിശുദ്ധ കരങ്ങളിൽ ഞാനിവരെ സമർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രിയമക്കളെ, ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് 3 ഇടങ്ങളിലായിട്ടുള്ള ശുശ്രൂഷകളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഞാൻ തരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും കോട്ടയത്തും കൂത്താട്ടുകുളത്തും എറണാകുളത്തും നമ്മുടെ ആത്മീക ആരാധനകൾ നടക്കുന്നു. കോട്ടയത്ത് നടക്കുന്ന സ്ഥലം ഞാൻ പറയുന്നു. കോട്ടയത്ത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ആരാധനയുണ്ട്. അത് ലോഗോസ് ജംഗ്ഷനിലുള്ള പ്രധാനമന്ത്രി ജൻ ഔഷധിയുടെ മുകളിൽ MK ടവറിൻ്റെ 7ാം നിലയിലാണ് ആ ശുശ്രൂഷ നടക്കുന്നത്. നിങ്ങൾക്ക് വരാൻ എളുപ്പമാണ്. വന്ന് ലിഫ്റ്റിൽ കയറുക, 7 എന്ന ബട്ടൺ ഞെക്കുക, നേരെ ചർച്ചിലേക്ക് കയറിപ്പോരുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്കിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നമ്മുടെ ആരാധന നടക്കുന്നത്. എറണാകുളത്ത് ചിറ്റൂർ റോഡിൽ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിൽ, എറണാകുളം ടൗണിൽ ചിറ്റൂർ റോഡ് YMCA ഹാളിലാണ് നമ്മളുടെ ആരാധന നടക്കുന്നത്. അത് ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കാണ്, ഉച്ച കഴിഞ്ഞാണ്. അപ്പം നമുക്കെല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് വന്ന് കർത്താവിൽ സന്തോഷിക്കാനും ദൈവവചനങ്ങൾ കേൾക്കാനും ആത്മീക വിടുതലുകൾ അനുഭവിക്കുവാനുള്ള അവസരം അവിടെയുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം നീറുന്ന പ്രശ്നമോ എത്രമാത്രം ബന്ധിക്കപ്പെട്ട സാഹചര്യമാണേലും തെല്ലും വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് പോരെ, കർത്താവ് നിങ്ങളെ വിടുവിക്കും. ഓക്കെ, ഞാൻ നിങ്ങളെ സന്തോഷമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എനിക്കിനി നിങ്ങളെ നേരിട്ട് കാണണം. ഒരുമിച്ചാണ് നമുക്കിനിയും ആത്മീയമായി മുന്നോട്ട് യാത്ര ചെയ്യേണ്ടത്. കർത്താവ് നിങ്ങളെ ഏറെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.